ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ. ഓക്കെ, നൗ ലെറ്റ് us come to the interpolation with unequal interval. നമ്മൾ ഈക്വൽ ഇന്റർവൽസ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ കേസിൽ x0, x1, x2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തു പോകുമ്പോൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു അവിടെ നമ്മൾ എച്ച് എന്നായിരുന്നു അതിനെ കണ്ടുപിടിച്ചിരുന്നത്, നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. Isn't it? ഹലോ, കറക്റ്റ് അല്ലേ? Now let us see the interpolation with unequal intervals. Intervals ഇത് അതായത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് എക്സൈസിന്റെ വാല്യൂസിന്റെ ഇന്റർവെൽ സെയിം ആയിരിക്കണം, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇന്റർവെൽ സെയിം ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ? പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ സംടൈംസ് സെയിം ആയിരിക്കാം, സംടൈംസ് അല്ലായിരിക്കാം. അപ്പൊ നമുക്ക് now come to the second case where the interpolation with unequal intervals. Intervals are not equal. Okay, here we use one method is the Lagrange's method. Now let us suppose that we have n plus 1 pairs of values xi, yi, psi varies from 1 to n, where yi denotes a value, the dependent variable y equal to f of x is the function corresponding to the value of xi of the independent variable xi. We assume that x1, x2, xn, all these are in the ascending order, and the interval between the two successive values of x is not necessarily same. നമ്മൾ ഇനിഷ്യൽ കേസിൽ ആദ്യത്തെ അകത്ത് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ നെസർലി സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ദാറ്റ് ഈസ് xi minus 1 may or may not be same all over. We now discuss the interpolation method with the unequal interval. The first one is the Lagrange's method. In Lagrange's method, a polynomial is fitted passing through all the given points. തന്നിരിക്കുന്ന പോയിന്റ്സിൽ ഇവിടെ ഉള്ള ഒരു പോളിനോമിയലെ നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി if n plus 1 points xi, yi's are given, we get a polynomial of highest degree n can be fitted which is represented as y of x എന്ന് പറയുന്നൊരു ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലഗ്രാഞ്ചിയസ് പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പോളിനോമിയൽ വേർ y of x equal to, that is in terms of x. അത് നമ്മൾ ജനറലൈസ് ചെയ്യും. ഇനി ഏത് പോയിന്റിന്റെ വാല്യൂ ആണോ y of x equal to, ഏത് പോയിന്റിലാണോ വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണ്ടേ അല്ലെ, എക്സ് പി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി കാണാനായിട്ട് എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇവിടെ ലഗ്രാഞ്ചസ് എന്താ പറയാ പോളിനോമിയൽ y of x equal to L naught of x into y1, y2, yn are given, okay, known to us, isn't it? y1, y2, yn are known to us. Then these are the Lagrange coefficients L naught of x1, L1 of x and Li of x, Ln of x. അപ്പൊ നമുക്ക് നമ്മുടെ yi വാല്യൂസിനെ കൂടെ ഒരു ലഗ്രാഞ്ച് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ലഗ്രാഞ്ചസ് മെത്തേഡ് ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? വേർ ഈ ലഗ്രാഞ്ചസ് കോൺസ്റ്റന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. നമുക്കുള്ള പോയിന്റ്സിൽ നിന്ന് നമ്മുടെ n+1 പോയിന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഓരോ y നോട്ടിനും yiക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലഗ്രാഞ്ച് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് Li of x equal to x minus x naught, x minus x, Li ആണ്. സി ഇവിടെ നോക്കിയേ, സബ്ട്രാക്ട് ചെയ്യുന്നു എക്സെപ്റ്റ് x minus xi. ഓക്കെ, ദാറ്റ് ഈസ് L1 ആണെങ്കിൽ x minus x1 ഉണ്ടാവില്ല. L2 of x ആണെങ്കിലോ x minus x2 ഉണ്ടാവില്ല ന്യൂമറേറ്ററിൽ. Is it clear? Divided by ഈ Li of x, okay, I varies from 1 to n ആണ്. Then divided by xi കൊണ്ട് സബ്ട്രാക്ഷൻ മാത്രമില്ല, ബാക്കി ഓരോ ഇൻഡിവിജ്വലിനെ xiയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. Is it clear? ഹലോ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ Li of എക്സില് ന്യൂമറേറ്ററില് എല്ലാ എക്സിൽ നിന്ന് എല്ലാ പോയിന്റുകളും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു എക്സെപ്റ്റ് x minus xi. L1-ലാണെങ്കിൽ x minus x1 ഉണ്ടാവത്തില്ല. L3 ആണെങ്കിലോ x minus x3 ഇല്ല. ബാക്കി എക്സിൽ നിന്ന് ബാക്കി എല്ലാ പോയിന്റ്സും സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ അതിന്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ Li of x മൈനസ് ഇതുപോലെ നമ്മൾ ഇവിടെ എടുത്ത എല്ലാ പോയിന്റ്സുകളും സബ്ട്രാക്ട് ചെയ്യുന്നു.
Okay, is it clear? Yes, ma'am. Here Li of x, I varies from 1 to n, are known as the Lagrange coefficients, and each of them is a polynomial of degree n. നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റ് മാത്രമേ നമ്മൾ എടുക്കാതുള്ളൂ, നമുക്ക് n plus 1 പോയിന്റ്സ് ആണ് ഉള്ളത്. സോ ഓരോ ലഗ്രാഞ്ചെ കോഎഫിഷ്യന്റും നമ്മൾ ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിരിക്കും. Okay, it should be noted that they satisfy the property Li of xj equal to 1, I equal to j, and it will be equal to 0 for I not equal to j. The Lagrange's method can be used in inverse interpolation. We can express തിരിച്ചും നമുക്ക് ഈ ലഗ്രാഞ്ചെ മെത്തേഡ് ഇൻവേഴ്സ് ഇന്റർപോളേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് y വാല്യൂവിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. സെയിം വേയിൽ y ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x ആയിട്ടും ഡിപെൻഡന്റ് വേരിയബിൾ y ആയിട്ടും എടുത്തെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ എടുക്കും. y വാല്യൂസ് ഇതുപോലെ നമുക്ക് എടുക്കാം. Li of y into xi. ഇവിടെ നമ്മൾ Li of x into yi ആയിരുന്നു. നേരെ തിരിച്ച് എക്സും y ഇന്റർചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം വേ വേർ Li of y equal to y minus y naught, y minus y1 up to ith one ഇല്ല. Then yi minus y naught, y1, yi minus y1 up to yi minus yi minus 1, yi minus yi ഇല്ല. yi minus yi എന്ന് കൊടുത്തു കഴിഞ്ഞാൽ that will be 0 ആയിരിക്കും അല്ലേ? Isn't it? ഹലോ, എന്തുകൊണ്ടാണ് നമ്മൾ ith one ഒഴിവാക്കിയത്? ഇവിടെ താഴെ എക്സ് മൈനസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം, പക്ഷെ താഴെ yi മൈനസ് yi നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0 ആയിരിക്കും. ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ xi മൈനസ് xi എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ടൈം 0 ആയിപ്പോ നമുക്ക് ഇവിടെ ഡിഫൈൻഡ് ആയിട്ട് വരത്തില്ല, അല്ലെ നമുക്ക് അത് മുന്നോട്ട് പോവില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഈ ഫോർമുല ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ലഗ്രാഞ്ചസ് മെത്തേഡ് y of x equal to y of x ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലേ? Yes, ma'am. Okay. Then the Lagrange's method can also be used inverse interpolation. അതായത് നമ്മൾ എക്സിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് വാല്യൂ ഓഫ് y അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു എക്സ് പി, അതായിരുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത്രയും നേരം. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ വിത്ത് ദ വാല്യൂ ഓഫ് y. ഇതൊരു എഴുതിക്കാം, നമുക്ക് ഇതും ഉള്ളതാണ്. ഇൻവേഴ്സ് ഇന്റർപോളേഷൻ ആണിത്. ഇതാണ്, അതായത്
നമ്മൾ ഇവിടെ നോക്കിയേ, നമ്മളിവിടെ സാധാരണ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ. മനസ്സിലായോ? നേരെ ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, വൈയുടെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. Okay. Now come to linear interpolation. We have only 2 points. Okay, that is, let just 2 values of the function f of x be given at 2 points, say x0, x1. Okay, suppose we are given only 2 points, x0 and x1 are there, and corresponding ആയിട്ടുള്ള y0 ഉം y1 ഉം നമുക്കറിയാം. We have only 2 pairs. Okay, the data consists of x0 f of x0 and x1 f of x1 എഴുതിയിരിക്കുന്നത് എന്താണ്, ഇത് y0 equal to f of, വേറെ നൊട്ടേഷൻ യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, f of x0, isn't it? Yes, ma'am. Okay, and okay, y1 equal to f of x1. Okay, same thing, this is x0 y0 x1 y1, വേറൊരു നൊട്ടേഷൻ യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Then the interpolation will be linear interpolation, gives the values of f of x at x equal to xa at the point x equal to xa, y of a കണ്ടുപിടിക്കാനായിട്ടാണ് x equal to x a, that is xa between x0 and x1. ഇവിടെ ഒരു ഇന്റർവെൽ നമുക്ക് തന്നിട്ടുള്ളൂ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? എക്സയുടെ കറസ്പോണ്ടിങ് ഇവിടെ ഇൻ ബിറ്റ്വീൻ x0നും x1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എക്സ്, അതാണ് ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതാ മീൻ ചെയ്യുന്നത്, അല്ലേ? സിൻഡിറ്റ്, ഇവിടെ നമുക്ക് 2 പോയിന്റേ ഉള്ളൂ, അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കുക എക്സ്. അതായത് ഇവിടെ ജനറലി നമുക്ക് എഴുതാം എക്സ് എന്ന് എഴുതിയാൽ മതി, ഇത് അറ്റ് ദ പർട്ടിക്കുലർ പോയിന്റ് എക്സ് എന്ന് തന്നെ ഇവർ കാണിച്ചു, കാരണം ഒരു ഇന്റർവെൽ അല്ലേ ഉള്ളൂ, അല്ലേ? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാത്ത വരുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ എല്ലാം ഉണ്ടോ എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് ഈ സെയിം ഫോർമുല എഫ് ഓഫ് എക്സ് എ ഈക്വൽ ടു എന്ന് പറയുന്നത് ഏതാണ്, വൈ ഓഫ് എ. ഓക്കെ, വൈ ഓഫ് എക്സ് എന്ന് എഴുതിയ എക്സ് ഈക്വൽ ടു അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എയില് ദ ലീനിയർ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് എ മൈനസ് എക്സ് വൺ ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് എ മൈനസ് ഇത് എക്സ് വൺ, എക്സ് വണ്ണിന്റെ എഫ് ഓഫ് എക്സ് വണ്ണും ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ എടുക്കുന്നില്ല നമ്മൾ, എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എക്സ് വൺ മൈനസ് എക്സ് നോട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഓക്കെ. ദിസ് പ്രോസസ് ഓഫ് ഫൈൻഡിങ് എഫ് ഓഫ് എക്സ് എ ഈസ് കോൾഡ് ദ ലീനിയർ ഇന്റർപോളേഷൻ. അപ്പൊ നമുക്ക് 2 പോയിന്റേ ഉള്ളെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് നമ്മൾ പുട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, L0 of x into y0 plus L1 of x into y1. ഓക്കെ, ആ സെയിം സാധനമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. y1 y2ന്റെ y0ന്റെയും y1ന്റെയും സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് x1 എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? സെയിം തന്നെ ഇവിടെ 0യും 1ഉം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം, 2 പോയിന്റേ ഉള്ളൂ. ക്ലിയർ ആയോ?
ഓക്കെ, y0 എന്ന് അവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട്, y1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ. വേറെ നൊട്ടേഷൻ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ലീനിയർ ഇന്റർപോളേഷനും കൂടി ഒന്ന് എഴുതിക്കുക ഫോർമുല, നമുക്ക് പ്രോബ്ലം ചെയ്യാം. Yes, ma'am. Okay, now let us do one problem. Using Lagrange's method to find the value of y at x equal to 2.5 from the following data. That is between 2 and 3 ഉള്ളൊരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, 2.5. Compute up to 4 places of decimals. 4 places of decimals നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്തു പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, that is we are given x0 y0, x1 y1, x2 y2, x3 y3. So Lagrange's formula is y of x equal to L0 of x into y0 plus L1 of x into y1 plus L2 of x into y2 plus L3 of x into y3. ഓക്കെ, അപ്പൊ 3 വരെ നമുക്കുള്ളൂ. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? വേർ ഈ കോൺസ്റ്റന്റുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. L0 of x equal to x minus x1, x minus L0 എന്ന് പറയുമ്പോൾ x നോട്ടിന്റെ മാറി x minus x1, x minus x2, x minus x3 divided by x0 minus x1, x0 minus x2, x0 minus x3. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുക, 4 ഡെസിമലിന് കറക്റ്റ് ചെയ്യുക. ദെൻ L1 എന്ന് പറയുന്നത് ഏതാണ്? x minus x0, x minus x1 ഇല്ല, x minus x2, x minus x3. താഴെ ഈ L1 ഓഫ് എക്സിന്റെ x1 minus x0, x1 minus x2, x1 minus x3. Similarly for L2, L3 also. Lagrange's coefficient ഐഡന്റിഫൈ ചെയ്യുക, ദെൻ വാല്യൂ പുട്ട് ചെയ്യുക. പുട്ട് ചെയ്തിട്ട് വേർ x equal to 2.5 നമുക്ക് പുട്ട് ചെയ്യും. ഇവിടെ ഡയറക്ട്ലി അവർ ചെയ്തിരിക്കുകയാണ് 2.5 അറ്റ് ദ പോയിന്റ് x equal to 2.5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല എഴുതിയിട്ട് അറ്റ് ദ പോയിന്റ് x equal to 2.5 വാല്യൂ ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, എന്നാ ചെയ്തു.
ഒരു പോയിന്റ് കിട്ടുമ്പോൾ പറയുവാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൽ നോട്ട് ഓഫ് എക്സ് എത്ര കിട്ടി? അല്ല കിട്ടിയിട്ടില്ല, ഡൗട്ടാണ്. അതായത് നമ്മുടെ ഇക്വേഷനിലെ xi ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇത് നമ്മൾ എക്സ് നോട്ട് അല്ലേ കൊടുക്കണത്? അതെ, ഇത് എൽ നോട്ട് ഓഫ് എക്സ് അല്ലേ? എൽ ഐ ഓഫ് എക്സ് ആണ്. എൽ നോട്ട് L1 L2 L3. ഹലോ 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 ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ. അത് ഞാൻ പറയാം, ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലൊന്ന് മനസ്സിലാക്കിക്കോണം എന്താന്നുള്ളത്. ഇത് സംശയം ഉണ്ടെങ്കിൽ 1 2 എണ്ണം ഒന്ന് എഴുതി അങ്ങ് നോക്കിയേക്കണം. ഓക്കെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ സംശയം നിങ്ങൾക്ക് തോന്നുന്നു ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജനറൽ ഫോർമുല എഴുതിയെടുത്ത്, ഫോർ എക്സാമ്പിൾ എൽ നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ വരും, എക്സ് മൈനസ് എക്സ് നോട്ട് വരത്തില്ല അല്ലേ? എക്സ് മൈനസ് എക്സ് വൺ എക്സ് മൈനസ് എക്സ് ടു ഡിവൈഡ് ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ എക്സ് നോട്ട് മൈനസ് എക്സ് ടു എക്സെട്ര അല്ലേ? ഹലോ ഓക്കെ. കിട്ടിയാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം. എൽ നോട്ട് ഓഫ് എക്സ്, L1 ഓഫ് എക്സ് കേട്ടോ. ഓരോന്ന് കിട്ടുമ്പോൾ പറയാം. ഹലോ മാം, കിട്ടി മാം.
L naught of x കിട്ടിയോ 0.4444 4 ഡെസിമൽ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 0.44 കിട്ടി, -4.444 കിട്ടി. What about others? Hello? ഹലോ, ബാക്കിയുള്ളവർക്ക് ഏതാ കിട്ടിയ പിള്ളേരെ? -2.52 into 1 into -0.5 മൂന്നും പോസിറ്റീവാ, മൂന്നും മൈനസാ. അല്ല പോസിറ്റീവ് അല്ലേ വരുന്നേ? പ്ലസ് അല്ലേ വരുന്നേ? ഹലോ, മാക്ക് നെഗറ്റീവാ വന്നത്. അതെങ്ങനെയാ വരുന്നേ? ഇത് ഈ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണോ? ഓ കറക്റ്റ് ആണ് മാം. ഓക്കെ, അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഡിവൈഡ് ബൈ മൈനസ് എന്താവും? പ്ലസ് ആണല്ലേ ലൈക്ക് നാലെണ്ണമല്ലേ? എനിക്ക് ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോ -1/0.225 ആണ് കിട്ടിയത്. -1 ബൈ മൈനസ് അല്ലേ വരുന്നത്? അല്ല, -1/0.2. ഇത് 3 മൈനസ് അല്ലേ? ഓക്കെ പ്രോഡക്റ്റ് ഈസ് മൈനസ് ഓക്കെ അല്ലേ? നോക്കട്ടെ മാം. അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എത്ര കിട്ടിയ ആൻസർ? ആൻസർ ഡിനോമിനേറ്റർ കിട്ടണത് -2.25 ആണ്. -1 ബൈ -1 ബൈ -2.25. ഓക്കെ, -1 ബൈ -2.5. ആൻസർ എത്ര കിട്ടിയെന്ന് ഞാൻ ചോദിച്ചേ. ഓക്കെ നോക്കാം. Yes, ma'am, 0.444. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം കേട്ടോ. നമുക്ക് ഇത് തെറ്റിപ്പോയി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് അത് മിസ്റ്റേക്ക് ആയി നമുക്ക് വേസ്റ്റ് ആയില്ല ടൈം. എക്സാമിന് ആകെ കിട്ടും 3 മണിക്കൂർ അല്ലേ? ഹലോ, അപ്പൊ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചെയ്തേ. ഒത്തിരി ഫാസ്റ്റ്. നെക്സ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പൊ ഇത് എല്ലിന്റെ കിട്ടിയല്ലോ. L naught of x അല്ലേ നമുക്ക് കിട്ടും. ഇനി L1 of x. L1 of x എങ്ങനെയാ കിട്ടുന്നത്? x minus x naught, x minus x2, x minus x3. x minus x1 കാണത്തില്ല. ഓക്കെ മാം. ഓക്കെ, L1 of x എന്ന് പറയുമ്പോൾ x minus x naught ഉണ്ടാവും, x minus x1 ഇല്ല, x minus x2 ആൻഡ് x minus x3 അല്ലേ? by x1 minus x naught, x1 minus x2, x1 minus x3. റൈറ്റ്? എക്സിന്റെ വാല്യൂ നമ്മളിവിടെ 2.5 ഇട്ടിട്ട് ആ ന്യൂമറിക് വാല്യൂ ഐഡന്റിഫൈ ചെയ്താൽ മതി.
യെസ് മാം കിട്ടി. എത്ര കിട്ടി ആൻസർ? -1. L1 ഓഫ് -1. ഇപ്പൊ നമുക്ക് മിസ്റ്റേക്ക് വരത്തില്ല, നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ പ്രാക്ടീസ് ഉണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കിട്ടിയോ? വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടുന്നുണ്ടോ കുട്ടികളെ? ബാക്കിയുള്ളവർ കിട്ടുന്നുണ്ടോ? ഹലോ ഡെൽജോ, കിട്ടുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഡെൽജോ കേക്കുണ്ട്. അവനെ ഓഡിയോ ഓൺ ആക്കാൻ പറ്റില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവന് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ഉണ്ടേ, വർക്കിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ. ഓക്കെ 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 ഓക്കെ, ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞ എന്നു ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആക്കണേ സ്ലോ ആക്കി ക്ലാസ് പോകാം. കാരണം ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ തനിയെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് വരും. അത് ചെയ്യാന്നുള്ളേ ഉള്ളൂ നമ്മൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചൊരു സമയം വേണം, ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ മറ്റുള്ളവർ പറയുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെ പോസിറ്റീവായി തന്നെ കാണുക ഞാനൊരൊന്നും ചോദിക്കുമ്പോൾ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ പേപ്പറുകളൊക്കെ എഴുതി പോകണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇത്തിരി ഒരു എന്താ പറയുക, കാൽക്കുലേഷനകത്ത്, അതും വലിയ ടഫൊന്നുമല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളതേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഇത്തിരി കെയർഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ല നമുക്ക് വലിയ തലപോയിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? വളരെ കൃത്യമായ ഫോമുലകൾ നമുക്കുണ്ട്, അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അല്ല മാം, ഇതിപ്പോ നീ ഇതേമാതിരി L3 എല്ലിന്റെ X3 വരെയാണ് കൊണ്ടുപോകണം. L3 ഓഫ് എക്സ്, അതാണ് നമ്മുടെ കോഎഫിഷ്യന്റുകൾ. y1 y2 y3 നമ്മുടെ ഉണ്ട്. അപ്പൊ L3 വരെ നമുക്ക് കൊണ്ടുപോകണം. L3 വരെ നമുക്ക് പറ്റുള്ളല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ടില്ല, അല്ലേ? ഓക്കെ. അല്ല മാം, അപ്പൊ ഈ ഇതിന്റെ ഉത്തരം കിട്ടിയിട്ട് നമ്മളെങ്ങനെ, ലൈക്ക് ഇതിനെങ്ങനെ നമ്മൾ ആൻസർ കാട്ടണത്? എന്തോ? ഇപ്പോ L1ന്റെ ആൻസർ കിട്ടി, L0ന്റെ ആൻസർ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇപ്പോ L1ന്റെ ആൻസർ കിട്ടി, ഇനി L2 L3യുടെ ആൻസർ കിട്ടി. ഈ ആൻസർ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ ചെയ്യണ്ടേ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ y ഓഫ് x കണ്ടുപിടിക്കാം. മനസ്സിലായോ? y ഓഫ് x ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യുക, അല്ലേ? തന്നിരിക്കുന്ന ഇന്റർവെലിന്റെ ബിറ്റ്വീൻ 2.5 എന്ന് പറഞ്ഞ് നോക്കിയാൽ 2നും 3ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ. അതാണ് നമ്മുടെ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂനെ കണ്ടുപിടിക്കുക. എക്സ്ട്രാപോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈ ഇന്റർവെലിന് ഔട്ട്സൈഡ് ഉള്ള ഒരെണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്കില്ല, നമ്മുടെ സിലബസിൽ ഇല്ല എക്സ്ട്രാപോളേഷൻ. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പല പോയിന്റുകളിലുള്ള വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒരു 2 പോയിന്റുകളുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഏതെങ്കിലും 2 പോയിന്റുകളുടെ ഇടയ്ക്കുള്ള വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഇന്റർപോളേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ 2.5 എന്ന് പറഞ്ഞാൽ 2യുടെയും 3യുടെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ വൈനെ വാല്യൂ തരില്ലേ ചെയ്യാ? വൈ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ട് എക്സൈസ് ആൻഡ് വൈ ഐസ് ആർ ഗിവൺ, അല്ലേ? സംടൈംസ് നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. സപ്പോസ് 3x² പ്ലസ് 5x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് തരുന്നെങ്കിലോ, അറ്റ് ദ പോയിന്റ് എക്സിന്റെ പോയിന്റ്സുകൾ തന്നിരിക്കും നമുക്ക്. അറ്റ് x ഈക്വൽ ടു 0, 0.5, 1.5, 3 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കും. ഇത് നോക്കിയേ, അൺഈക്വൽ ഇന്റർവെൽസ് ആണ് നമുക്ക്. ആ ഇന്റർവെല്ലില് നോക്കിയേ, ഇവിടെ 0.5 ആണ്, ഇവിടെ 0.5നും 1.5നും ഇടയ്ക്ക് 1 ആണ്, ഇവിടെ 1.5നും 3ക്കും ഇടയ്ക്ക് 1.5 ആണ്. ഇന്റർവെൽ ഈക്വൽ അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഇന്റർവെൽ ഈക്വൽ ആയിരുന്ന സമയത്താണ് നമ്മൾ ഏത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചു പോകണം. ഇന്റർവെൽ ഈക്വൽ ആയിരുന്ന സമയത്ത് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല, ബെസൽസ് ഫോർമുല, സ്റ്റെർലിംഗ്സ് ഫോർമുലകളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ ഈക്വൽ അല്ല ഇന്റർവെല്. അപ്പൊ ഈ എക്സ് പോയിന്റ്സ് നമുക്ക് തന്നിരിക്കും. സം ടൈംസ് വൈ പോയിന്റിന് പകരം ഈ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നെങ്കിൽ എക്സിന്റെ കറസ്പോണ്ടിങ് പോയിന്റുകൾ കൊടുത്തിട്ട് നമ്മൾ ആ വൈ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ. ഇസ് ഇറ്റ് ക്ലിയർ?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും പല പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് ഈ ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ എക്സർസൈസിൽ തന്നെ ചെയ്തിട്ട് ആൻസർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാവുള്ളൂ. എല്ലാ കാറ്റഗറിയും നമുക്ക് ക്ലാസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജനറലൈസ് ചെയ്തങ്ങ് പോകുന്നത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ചെയ്യട്ടെ? എന്തോ നെക്സ്റ്റ് ചെയ്യട്ടെ? L2 L2 ചെയ്യും. കിട്ടി. L2 1.1111. Yes, ma'am. Pretty. Okay, now calculate L3. Yes, ma'am. കിട്ടി. 0.444. 4444. ഓക്കെ. ഇനി y(2.5) എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ജനറൽ ഫോർമുല. ഇതിനെയൊക്കെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കോൾ ചെയ്തോണം. ഫ്രം 1 L0(x) നമ്മൾ കണ്ടുപിടിച്ചു. y0 എന്ന് പറയുന്നത് ഏതാ? -0.6. ദിസ് ഈസ് y1, y2, y3 അല്ലേ?
വാല്യൂ പുട്ട് ചെയ്ത് കണ്ടുപിടിച്ചേ. y of 2.5 y of 2.5 equal to ഈ ഇക്വേഷൻ 1 വാല്യൂ കൊടുക്കുക. equal to L0 0.4444. 4 ഡെസിമൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ടാണ് നമ്മൾ 4ന് ചെയ്തു വന്നേ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലേ 2നോ 3കോ ചെയ്തു വന്നാലും മതി. ഈ 4 വരെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആക്യുറസി ഉണ്ടാവും അല്ലേ? ഓക്കെ. Why not 6 plus L1 3.5. മാം ആൻസർ കിട്ടിയത് -0.9368. നമ്മൾ ഒത്തിരി സ്പീഡ് ചെയ്യണ്ട, പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ആക്കിയാൽ മതി. ചെയ്യുമ്പോൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ ഓക്കെ. കാരണം അല്ല നമ്മൾ തിരിച്ചറിയത്തില്ല നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. ഇതിപ്പോ നമ്മൾ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞ് നോക്കുന്നോണ്ട് ചെക്ക് ചെയ്ത് പോകുന്നോണ്ടല്ലേ. എക്സാമിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്ത് പോവുക.
മാഡം ഒരു സംശയം. ആ, ഇതിലേ, ആ. ഇത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഇക്വേഷനില് ഉം. L0 X Y0 എന്നല്ലേ വരണത്? ലൈക്ക് എല്ലാത്തിലും എക്സ് വരുന്നുണ്ടല്ലോ ഇടയില്. ആ എക്സ് സി നമ്മൾ അറ്റ് എക്സ് ഈക്വൽ ടു 5 നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ആ 2.5 വാല്യൂ ഡയറക്ട്ലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക. സപ്പോസ് അല്ലെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതിയിട്ട് അവിടെ എക്സ് ഈക്വൽ ടു 2.5 ഇട്ട് ചെയ്യാം. ഇവിടെ നമ്മളോട് ന്യൂമറിക് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ എന്താ ലെഗ്രാഞ്ച് കോഎഫിഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴും അവിടെ എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് തന്നെ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സിൽ ഓക്കെ. അപ്പൊ 2.5 നമ്മൾ പിന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇല്ല, 2.5 ഇട്ടാ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പൊ നേരെ നമുക്ക് കിട്ടിയ വാല്യൂവും പിന്നെ വൈന്റെ വാല്യൂ ഇടാല്ലേ? ഡയറക്റ്റ് പുട്ട് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ. കിട്ടി. കിട്ടിയോ? മൈനസ് 0.3747 കിട്ടി. കറക്റ്റ് ചെയ്തപ്പോ 3747 കിട്ടി. ഓക്കെ. ഇവരുടെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ അല്ലേ? ഓക്കെ. നൗ കം ടു യൂസ് ലീനിയർ ഇന്റർപോളേഷൻ ടു ഫൈൻഡ്. സി, ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. നമുക്കൊരു വേറൊരു വേർഷനിലാണ് വന്നിരിക്കുന്നത്. നോക്കി, യൂസ് ലീനിയർ ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പോയിന്റ് എടുത്താൽ മതി നമ്മൾ. ടു ഫൈൻഡ് എഫ് ഓഫ് 0.3 ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ മീനിങ്? നമുക്ക് വൈയുടെ ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്, വൈ വാല്യൂ തന്നിട്ടില്ല. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് y അറ്റ് എഫ് ഓഫ് 0.3 എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0.3 അല്ല മീനിങ്? y കണ്ടുപിടിക്കണം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, അറ്റ് എക്സ് ഈക്വൽ ടു 0.3. ഇപ്പൊ ലീനിയർ ഇന്റർപോളേഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് x0 x1 എന്ന് പറഞ്ഞ 2 വാല്യൂസേ ഉള്ളൂ. Is it clear? അല്ലേ? ഓക്കെ. ലീനിയർ ഇന്റർപോളേഷൻ 2 പോയിന്റ് ഉള്ളേ നമുക്ക് ആ കിട്ടുന്ന എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും അല്ലേ? ലീനിയർ എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ. മറ്റേത് മുന്നോട്ട് പോകുന്നതോറും x², അതായത് n+1 പോയിന്റ്സ് ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എന്ന് പറയുന്ന ഓഫ് പവർ x⁻n ആയിരിക്കും. 2 പോയിന്റ് ഉണ്ടെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും എക്സ്. ഓക്കെ. ഇനി നമ്മൾ പോയിന്റുകൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? നമുക്കറിയാം 0.3ക്ക് ലോവറും അപ്പറും ആയിട്ടുള്ള 2 വാല്യൂസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ എക്സിനെ എങ്ങനെ എടുക്കും? എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 1. അതായത് 0.3 ഇൻ ബിറ്റ്വീൻ വരുന്ന എനി 2 പോയിന്റ്സ് നമുക്ക് എടുക്കാം. 0 1 വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് 0 എടുക്കാം, പിന്നെ 2 എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. പക്ഷെ 0.3 ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
മോർ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുന്നത് 0യും 1ഉം ഒക്കെ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനും എല്ലാം എളുപ്പം ഉണ്ടാവും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 0, 1, ദെൻ കറസ്പോണ്ടിങ് y വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 5⁻0, 1, then 5⁻1, 5. So x0, y0, x1, y1 പോയിന്റ്സ് കിട്ടി. Is it clear? Yes, ma'am. ഇനി നേരെ നമ്മുടെ ലീനിയർ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ദെൻ അറ്റ് പോയിന്റ് 3 കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് എക്സിന്റെ വാല്യൂ പോയിന്റ് 3 ഇട്ട് തന്നെ ഇവർ ചെയ്തിരിക്കുന്നത്. ലീനിയർ ഇക്വേഷനകത്ത് എക്സ് മൈനസ് അല്ലെ അറ്റ് ദ പോയിന്റ് ഓഫ് എക്സ് ഓഫ് എ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇവിടെ പോയിന്റ് 3 എന്ന് പറയുന്നത്. Is it clear? Yes, ma'am. ഓക്കെ, അപ്പൊ ഈ ഫോർമുല മറന്നു പോരുത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തോട്ട് പുട്ട് ചെയ്താൽ മതി. രണ്ടെണ്ണേ ഉള്ളൂ, L0 and L1 of this. Okay, is it clear? Yes, ma'am. ഓക്കെ, അപ്പൊ തനിയെ ചെയ്ത് എന്നിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്തു വന്നേ. വാല്യൂ എത്ര കിട്ടുമെന്ന് അറിയാം. ടെക്സ്റ്റിൽ നോക്കാതെ ചെയ്തു വരണേ. Okay. Yes, ma'am. Kitty. കിട്ടിയ ആൻസർ Answer 2.2. കിട്ടി. അത് നമ്മൾ ആ. കുറച്ച് ഫാസ്റ്റ് ആയി ചെയ്യാനും പഠിക്കാനും ഒക്കെ. റൈറ്റ്, ഇതൊക്കെ Yes, ma'am. ഇനി മുന്നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ പോളിനോമിയലായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. പോളിനോമിയൽ ചോദിക്കുമ്പോൾ ജനറൽ കേസ് എക്സ് എൽ നോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് മൈനസ് x1 ലൈക്ക് ദാറ്റ്. എൽ നോട്ട് മനസ്സിലായോ? ഇൻ ടേംസ് ഓഫ് എക്സ്. മറ്റേ പർട്ടിക്കുലർ Yes, ma'am. വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജനറൽ സിറ്റുവേഷനിൽ ഇവിടെ വാല്യൂ പുട്ട് ചെയ്യുകയും ചെയ്യാം. അല്ലെ പോളിനോമിയൽ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ ഐഡന്റിഫൈ ചെയ്യുക, അതിന് ശേഷം മറ്റ് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. Yes, ma'am. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ ഇന്ന് 1-2 ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ, ഈ ചെയ്തിട്ടിരിക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ എക്സർസൈസിലെ പ്രോബ്ലംസ് 1-2 വീതം എല്ലാ യൂണിറ്റിനെയും ചെയ്ത് വേണം പോയി. ഓക്കെ, Yes, ma'am. ഇനി നമ്മൾ മുമ്പേ ഇന്റർപോളേഷൻ വിത്ത് എന്താ പറയാ അൺഈക്വൽ ഇന്റർവെലിന്റെ പറഞ്ഞപ്പോഴേ നമ്മളെ പറഞ്ഞായിരുന്നു ലഗ്രാഞ്ചസ് മെത്തേഡ് ഓഫ് ഇൻവേഴ്സ് ഇന്റർപോളേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതായത് നമ്മൾ എക്സിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു കണ്ടുപിടിച്ചത്. അല്ലാതെ ഇനി അതുപോലെ തന്നെ വൈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ Yes, ma'am. ഓക്കെ, ദാറ്റ് ഈസ്
ഈവന്റെ നെസർലി ഇക്വി ഡിസ്റ്റന്റ് അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇൻവേഴ്സ് ആയി ചെയ്യുമ്പോ ഏതാ? നമ്മുടെ കോൺസ്റ്റന്റ് പറഞ്ഞോ. കോൺസ്റ്റന്റ് നിക്കണോണ്ടാണോ മാം അതിന്റെ ഒപ്പം ഇൻവേഴ്സ് ആയി ചെയ്യുമ്പോ? ഏതാ കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. അല്ല പറഞ്ഞോ, ma'am, തെറ്റട്ടെ, നോ പ്രോബ്ലം. നിങ്ങളുടെ ഒരു ഐഡിയ എന്തെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനൊപ്പം വരെ കോൺസ്റ്റന്റ് ആ. അതിപ്പോ ഇൻവേഴ്സ് ആയി ചെയ്യുമ്പോഴും അതിന്റെ വാല്യൂ നിക്കണോണ്ടാണോ, കോൺസ്റ്റന്റ് ആയി നിക്കണോണ്ടാണോ? അതല്ല അതിന്റെ റീസൺ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇക്വി ഡിസ്റ്റന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്തു. ലഗ്രാഞ്ച് മെത്തേഡ് നമ്മൾ ഇക്വി ഡിസ്റ്റന്റ് അല്ലാത്തടത്താണ് യൂസ് ചെയ്തത്. 4, 7, 10, 12 നോക്കിയേ, ഇന്റർവെൽ ഇക്വി ഡിസ്റ്റന്റ്. വൈയും അതുപോലെ തന്നെയാണ് വരുന്നത് ഫംഗ്ഷന്റെ വൈ വാല്യൂ എന്ന് പറയുന്നത്. വൈ ഒരിക്കലും ഈക്വലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. f(x) അല്ലേ വൈ എന്ന് പറയുന്നത്. എക്സിനെ നമ്മൾ ഡിഫറെന്റ് പോയിന്റ്സുകൾ എടുത്ത് x0, x1, x2 എന്നൊക്കെ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അത് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടോ അല്ലാതെയൊക്കെ സെലക്ട് ചെയ്യാം. റിയൽ ലൈഫിലോട്ട് നമുക്ക് വരുമ്പോൾ പല സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലയോ? അതുപോലെ ഇവിടെ ഇൻവേഴ്സ് ഇന്റർപോളേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എന്തുകൊണ്ടാണ്? ഇക്വി ഡിസ്റ്റന്റ് അല്ല. അപ്പൊ വൈ വാല്യൂ ഒരിക്കലും ഇക്വി ഡിസ്റ്റന്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തിരിച്ചും പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ തിരിച്ചും പോസിബിൾ ആയി വന്നിരിക്കുന്നത്. One of the advantage of methods of interpolation for not necessarily equidistant tabular points xi over the methods for necessarily equidistant points is that even the value of the independent variable x may be interpolated from the values of the dependent variable y. Equidistant അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റുന്നത്. Is it clear? Hello? Yes ma'am. Okay. Now in the same way, P of y, Lagrange's formula P of y equal to, അവിടെ നമ്മൾ yi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, x മൈനസ് xi ആയിരുന്നു ചെയ്തിരുന്നത്, അല്ലേ? ഇത് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. Is it clear? ഒരു സെക്കൻഡ്, ഞാൻ ഡോറ് തുറന്നു കൊടുത്തിട്ട് വരാവേ. 1 സെക്കൻഡ്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. Hey ma'am. മിസ് വരും പറഞ്ഞിട്ടാണോ പോയേ? വരാൻ മഴയുണ്ടാടാ അവിടെ? നല്ല മഴ ഇവിടെ. മിസ് വിളിക്കുന്ന നേരത്തും മഴ, നെറ്റ് കിട്ടാണ്ട് പോയതാണ്. മിസ്സിനടുത്ത് പറഞ്ഞു നീ വർക്കിലുള്ള കാര്യം പറഞ്ഞു. കമ്മിറ്റഡ് ഫെല്ലോ. ഹലോ. യെസ് മാം. സോറി കേട്ടോ, എനിക്ക് വീട്ടിൽ വേറെ കാര്യമില്ല, ഒന്ന് ബെല്ലടിച്ചാലേ തുറക്കാൻ പോണ്ടി വന്നതാ. ഓക്കെ ഓക്കെ. അപ്പൊ സെയിം വേ ഓർക്കുന്നോ, ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത് ആ സെയിം ഫോർമുല എക്സിന്റെ സ്ഥാനത്ത് വൈയും വൈയുടെ സ്ഥാനത്ത് എക്സും വരും. ഓക്കെ, അപ്പൊ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ y equal to 3 from the following table of values. y equal to 3 എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 and 4 ഇല്ല. വൈയുടെ വാല്യൂ കണ്ടോ? ബിറ്റ്വീൻ ഒരു വാല്യൂ നമുക്ക് വരത്തുള്ളൂ. സോ
Lagrange's interpolation polynomial is given by അല്ലെങ്കിൽ വൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ 3 പുട്ട് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം. Is it clear? Yes, ma'am. ഓക്കെ. ഇത് ഇവർ ഒന്നിച്ചങ്ങ് എഴുതി പോയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് L naught of y, okay, L1 of y, L2 of y, okay, L3 of y, 4 വരും അല്ലേ? ഈ കോൺസ്റ്റന്റുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Is it clear? Yes, ma'am. ഓക്കെ. അപ്പൊ ഈ കോൺസ്റ്റന്റുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്ത് കൊണ്ടുപോകാം, അതായിരിക്കും എളുപ്പം. ആൻഡ് അറ്റ് y ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ y മൈനസ് y1 y മൈനസ് ആദ്യത്തേത് അല്ലേ, L നോട്ട് ഓഫ് y മൈനസ് y1 y മൈനസ് y2 y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഇൻറ്റു y മൈനസ് y3 ഡിവൈഡ് ബൈ x നോട്ട് y നോട്ട് മൈനസ് y1 അല്ലേ? Yes, ma'am. ക്ലിയർ? ആ. L നോട്ട് ഓഫ് y, അവിടെ വൈയുടെ വാല്യൂ വേണമെങ്കിൽ y ഈക്വൽ ടു 3 പുട്ട് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്തു, Okay. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പൊ L നോട്ട് ഓഫ് y, L1 ഓഫ് y, L2 ഓഫ് y, L3 ഓഫ് y ഐഡന്റിഫൈ ചെയ്യുക, അവിടെ വാല്യൂ പുട്ട് ചെയ്തിട്ട് കൊണ്ടുവരിക, എക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, എന്നാ ചെയ്തേ.
മാം അത് ഫ്രാക്ഷൻ ആയിട്ട് വെക്കണോ? അത് 2 ഡിജിറ്റോ 3 ഡിജിറ്റിനോ കറക്റ്റ് ചെയ്ത് എഴുതിക്കോളൂ. എത്ര കിട്ടി? ഓക്കെ, ഞാൻ മാം പറഞ്ഞ മാതിരി എൽ നോട്ട് വൈയും. ചെയ്തു വാ. ഓക്കെ, എൽ നോട്ട് വൈ എന്ന് പറയുന്നത് ഇതാണ്. L1, L2, L3 നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ വാല്യൂ കിട്ടി. ഇനി നമ്മുടെ മറ്റേ ഫോർമുല അനുസരിച്ചല്ലേ ചെയ്യേണ്ടത്? അത് നമ്മുടെ y = 3 പുട്ട് ചെയ്തിട്ടാണോ ചെയ്തത്? അതെ മാം, y = 3 വെച്ചിട്ടാണ് ചെയ്തത്. എൽ നോട്ടും L1 L നോട്ട് എത്ര കിട്ടി? L1 L നോട്ട് എത്ര കിട്ടി? എൽ നോട്ട് കിട്ടിയത് -2/-30 ആണ്. അത് കറക്റ്റ് ആണല്ലോ. അതായത് 1/15 into 4 അല്ലേ? അടുത്തത് ഇത് പോസിറ്റീവ് ആണ്. 4/6 അല്ലേ? -4/6 കിട്ടിയത്. -4/6 ആണോ? -4/+6. അങ്ങനെ വന്നു. 1 -1 -2 1 -4 ഇതടുത്തത് വന്നപ്പം സെക്കൻഡ് 1 2 ഇത് +2 ആവും. -1 -3 അപ്പൊ ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ട് അല്ലേ? അപ്പൊ -4/6 എന്നാ വരുന്നല്ലേ? അതെ, -4/6. -4/6 into 7 7 അത് കറക്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. -14/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എത്ര കിട്ടി? -8/-6. 2 ക്യാൻസൽഡ് ആവും, പോസിറ്റീവ് ആകും. 4/3 into 10 that is 40/3 അതും കറക്റ്റ് ആണ് അല്ലേ? പിന്നെ 8/30 into 12 ആണോ? 12 വരത്തില്ലേ?
ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ മാം. എല്ലോണ്ട് ഇതാക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അത് 2 2 പോവും. അപ്പം 4 8/30 × 12 വരും. 4 48/15 വരും. കറക്റ്റ് ആണ്. അവസാനം ഓക്കെ, അപ്പൊ ഇത് മാത്രമേ മൈനസ് വന്നിട്ടുള്ളൂ. ഉം. 22. ടെസ്റ്റ് കിട്ടി. കിട്ടിയോ? 12.1333. ഓക്കെ, അപ്പൊ ബാക്കി പോയിന്റുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. Now come to the divided difference table. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഡിഫറൻസ് ടേബിൾ ആയിരുന്നു അല്ലേ? ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ, ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. ഇവിടെ ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ, the divided difference table is a generalization of forward divided difference table, which we studied in section 2.2 unit. The generalization is in the sense that now the tabular points xi are not necessarily equidistant. മറ്റേടത്ത് നമുക്ക് ഇക്വിഡിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ നമുക്ക് ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് നോട്ട് നെസർലി ഇക്വിഡിസ്റ്റന്റ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടയും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കോൾഡ് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് f(x0, x1) എനി 2 പോയിന്റ്സിന്റെ എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ. നമ്മൾ മറ്റേത് എങ്ങനെയായിരുന്നു? നമ്മൾ ഡിവൈഡ് ടാബുലർ ഫോമിലോട്ട് നമ്മൾ വന്നപ്പോൾ എന്താ ചെയ്തത്? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എഴുതി, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എഴുതി, ഇതിന്റെ ഡിഫറൻസ് എഴുതി, ഇതിന്റെ ഡിഫറൻസ് എഴുതി. ദെൻ സെക്കൻഡ് ഡിഫറൻസിലോട്ട് വന്നപ്പോഴത്തേക്കിനോ ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് മാത്രം എഴുതിപ്പോയി. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആ ഇന്റർവെൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൂടി പോകണം. ദാറ്റ് ഈസ് f(x1 - f(x0) divide by x1 - x0. Is it clear? ഓരോരുത്തർക്കും. അതായത് സെക്കൻഡ് വൺ അടുത്തതിലോട്ട് വരുമ്പോൾ f(x2 - f(x1) divide by x2 - x1. See, അതുപോലെ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ഓരോന്നിന്റെയും കണ്ടുപിടിച്ചു. Is it clear? സെക്കൻഡ് ഡിവൈഡ് ഡിഫറൻസിലോട്ട് നമ്മൾ വരുമ്പോൾ നോക്കിക്കേ, ഇതിന്റെ നൊട്ടേഷൻ ഈസ് ദിസ് വൺ. അവിടെ ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ദിസ് മൈനസ് ദിസ്, ആദ്യത്തെ രണ്ടെണ്ണം. ഓക്കെ, ബൈ നോക്കിക്കേ, ഇവിടെ 3 എണ്ണത്തിന് പോയിന്റുകളുടെയാണ് കയറി വരുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഡിഫറൻസ് x2 - x0 ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ടാബുലർ ഫോമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് കണ്ടുപിടിച്ചു,
ഇതിന്റെ ഡിഫറൻസ് മൈനസ് ഏത് വരും? x2 മൈനസ് x0. x2 minus x0. ഓക്കെ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കി, ഇത് രണ്ടെണ്ണത്തിന്റെ അകത്ത് ഈ മൂന്നെണ്ണം ഇൻവോൾവിംഗ് അല്ലേ? ഓക്കെ. അതാണ് സെക്കൻഡിലോട്ട് വരുമ്പോൾ ഇത് മൂന്നെണ്ണമാണ്. ഓക്കെ, when these 2 minus x2 minus x0. ഇതെന്ന് പറയുമ്പോഴോ f of x1 x2 x3 അപ്പൊ നമ്മൾ നോക്കിക്കോണോ, f of x2 x3 minus f of x1 x2, see x3 x2 minus f of x2 x1 divide by x3 minus x1. ഓക്കെ. നോക്ക്. ഇനി തേർഡിലോട്ട് വരുമ്പോഴോ നോക്ക്, ഡിഫറൻസ് ഓഫ് ദീസ് ടു ഡിവൈഡഡ് ബൈ x3 മൈനസ് x0. ഓക്കെ, ഇൻവോൾവിംഗ് പോയിന്റ്സ് എത്രയുണ്ടോ അതിന്റെ ഹോൾ ലെങ്ത് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അടുത്തതിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് ഓഫ് ദീസ് ടു ഡിവൈഡ് ബൈ ഇവിടെ x4 minus x0. അത് നമുക്ക് ടേബിൾ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ ഇപ്പം. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് ഇക്വി ഡിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ഡിഫറൻസ് ഫോം ടേബിൾ ആണ് ഫോം ചെയ്യേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ? മറ്റേ നമ്മൾ ഡിഫറൻസ് ടേബിൾ ആയിരുന്നു ഫോം ചെയ്തത്, ഇവിടെ അങ്ങനെയല്ല, ഡിവൈഡ് ഡിഫറൻസ്. കാരണം ചോദിച്ചാൽ അവിടെ സെയിം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്ന എല്ലാത്തിനെയും. അപ്പൊ ഇൻ എഫക്റ്റിൽ വലിയ വ്യത്യാസം വരത്തില്ല. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓക്കെ, ആ ഡിവൈഡ് ഡിഫറൻസ് ഫോർമുല ടേബിൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഓൾറെഡി കാൽക്കുലേഷൻ ഇട്ട് ഒരെണ്ണം ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. Now come the divided difference formula. Divided difference formula is f of x equal to f of x naught plus x minus x naught into f of x naught x1, x minus x naught into x minus x1 into second divided difference, x minus x naught into x minus x1 into x minus x2. Third divide difference ലോട്ട് വരുമ്പോഴോ മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ്. Is it clear? Okay. Remark, this is a so generalization of Newton's formula. ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല ആയിരുന്നു. കമ്പയർ ചെയ്ത് നമ്മൾ വരുവാണെങ്കിൽ രണ്ടും ബോത്ത് ആർ സെയിം ആണ്. ഇവിടെ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിവേ അതേപ്പറ്റി നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫോം ദ ന്യൂട്ടൺസ് ഡിവൈഡ് ഡിഫറൻസ് ടേബിൾ ഓഫ് എക്സാമ്പിൾ 11 above ഫോർ ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. അവരെങ്ങനെ ടേബിൾ ഫോം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. Prepare DD table, divided difference table for the following data. Xi's are given and f of xi's are given. Okay, first difference table എന്ന് പറയുന്നത് എന്താണ്? This minus this divide by this minus this. ഒരു റിമ ഞാൻ കണ്ടില്ല. ഹലോ മാം, ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ നെറ്റ് കണക്ഷൻ ഇവിടെ മഴ കാരണം പോവാണേ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നു. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നതോ 4 minus 2 divide by 1 minus 0. 1 minus 0, അതുകൊണ്ട് 1 എന്ന് മാത്രം അവർ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അടുത്തതിലോട്ട് വരുമ്പോഴോ 32 minus 4 divide by 3 minus 1. Okay. Then 70 minus 32 divide by 4 minus 3. Okay. Okay. ഇനി അടുത്ത ടേബിൾ ഫോം ചെയ്യുന്ന എങ്ങനെയാ? 2 minus 10 മൈനസ് ഡിവൈഡ് ബൈ 1 മൈനസ് 3 ആയതുകൊണ്ട് 1 plus 4 വന്നത്. ഓക്കെ, അടുത്തത് വരുമ്പോഴോ ദിസ് മൈനസ് 14 minus 2 divided by 3 minus -3. 3 minus 0. സി നമ്മൾ അതിലോട്ട് പോകുന്നില്ലല്ലോ. Okay. Is it clear? Okay. മനസ്സിലായല്ലോ? നമുക്ക് അതിന്റെ ഇൻവോൾവിംഗ് ആയിട്ടുള്ളത് നമ്മൾ എടുത്താൽ മതി. Okay. സെയിം വേ ഇനി അടുത്തതിലോട്ട് വരുമ്പോഴോ 4 minus this divide by 3 minus -3. അതുകൊണ്ടാണ് 3 plus 3 വന്നത്. അടുത്തത് വരുമ്പോഴോ 8 minus 4 divide by 4 minus 0.
ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആവും, അടുത്ത ലെവലിലോട്ട് ഫോർത്ത് ഡിവൈഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ആയി. 1 - 1 0 ആയി. Yes, ma'am. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. അപ്പോൾ ആദ്യം ഡിവൈഡ് ഡിഫറൻസ് ഫോർമുല ടേബിൾ ഫോം ചെയ്യുക. അതിനുശേഷം നമുക്ക് f(2) ഐഡന്റിഫൈ ചെയ്യാം. f(2) ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഈ ഫോർമുല ഒന്ന് എഴുതി എടുത്തേക്കൂ. ന്യൂട്ടൺസ് ഡിവൈഡ് ഡിഫറൻസ് ഫോർമുല. Xi's and yi's are known to us. F of x naught, the y naught. Yes, ma'am. Okay. The first divide difference, then x minus x naught into x minus x1 into second divide difference, x minus x naught, x minus x1, x minus x2 into third divide difference, etc. etc. Okay. Complete ആക്കിയോ? ഇതിപ്പോ കഴിഞ്ഞു. Okay. Yes, ma'am, കഴിഞ്ഞു. Okay, now come to the problem. നമുക്ക് കുറച്ചുകൂടി ഇത് നോക്കി എഴുതരുത്, തനിയെ ചെയ്യുക, എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. Okay, ma'am. ഓക്കെ. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ക്ലാരിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ. ആദ്യം ഡിവൈഡ് ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്ത് എന്നിട്ട് നമുക്ക് നോക്കാം. ഈ പാർട്ട് xi's and f of xi's are given to us. I varies from 0 to 4. Okay. x naught y naught, x1 y1, x2 y2, x3 y3, x4 y4. Okay. Okay, എഴുതിക്കോ. മാം ഇത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലേ? -0.3 ഇതിന് -3 കൊടുത്തേക്കണേ. എക്സൈല് എക്സ് നോട്ട് നോക്കി നോക്ക് മാം. അതില് -0.3 ഇതില് 3 കൊടുത്തേക്കണം. രണ്ട് സെയിം അല്ലേ, പോയിന്റുകളൊന്നും ഇല്ല ഇത്. ഓക്കെ പോയിന്റ് ഇല്ലല്ലേ. അപ്പൊ പിന്നെ ബോദർ ചെയ്യണ്ട. ഇവിടെ നമുക്ക് xi വാല്യൂസ് -3, 0, 1, 2, 3, 4 ആണ്. -28, 2, 4, 32, 70. കറക്റ്റാ, ഈ ടേബിൾ കറക്റ്റാ. ഓക്കെ.
യെസ് മാം കിട്ടി. ടേബിൾ ഫോം ചെയ്തോ? ആ. ഇനി f(2). ഓക്കെ, ഞാൻ ഇതിരിക്കണല്ലേ. എന്തോ? അല്ല, ഇനി ഇക്വേഷനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ. ഫോമുല അപ്ലൈ ചെയ്യുക. യെസ് മാം കിട്ടി. കിട്ടിയ ആൻസർ 12 കിട്ടിയത്. ഓക്കെ. ഓക്കെ. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്യാം. യെസ് മാം. ഓക്കെ. ഫ്രോം ദ ഫോളോയിങ് ടേബിൾ ഓഫ് വാല്യൂസ് വെൻ ദ ന്യൂട്ടൺസ്. മറ്റേ അടുത്ത ആള് ചെയ്യുന്നുണ്ടോ? മറ്റേ ആള് രണ്ടുപേരെ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഡെൽജോ ചെയ്യുന്നുണ്ടോ? നോക്കുന്നുണ്ട്. അല്ല, സ്ലോ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്ത് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോണം കേട്ടോ. ഓക്കെ. ഫ്രോം ദ ഫോളോയിങ് ടേബിൾ ഫ്രോം ദ ന്യൂട്ടൺസ് ഫോം ഓഫ് ഇന്റർപോളേഷൻ പോളിനോമിയൽ, ദാറ്റ് ഈസ് xi's are given, the yi's are also given, and find at x equal to 2. ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്മൾ ഏതാണ്? ഡിവൈഡ് ഡിഫറൻസ് ടേബിൾ ഫോം ചെയ്യുക, ദെൻ ഫോമുല പുട്ട് ചെയ്യുക. ഓക്കെ. യെസ് മാം. ഓക്കെ, ചെയ്തു വാ. നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം.
യെസ് മാം കിട്ടി. എത്ര കിട്ടി ആൻസർ? ലാസ്റ്റ് 1 കിട്ടി മാം. ടേബിൾ ഫോം ചെയ്തേ ഉള്ളോ? ആ ഫോം ചെയ്തോളൂ. ഇനി ഫോമിലെല്ലാം അപ്ലൈ ചെയ്തേ. And at the point x equal to 2, x-ന്റെ വാല്യൂ x വരുന്നിടത്തൊക്കെ x into x minus f of x naught into x minus x naught അല്ലേ? Then x-ന്റെ x വരുന്നിടത്ത് എന്ത് വരും? x equal to at x equal to 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x equal to 2. ജനറൽ പോളിനോമിയൽ എഴുതി വന്നതാണ്, അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഡയറക്ട്ലി ചെയ്തു പോയാലും മതി. ഇതിന് നമ്മൾ ഇനി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും. ഡയറക്ട്ലി പുട്ട് ചെയ്തോളൂ. യെസ് മാം കിട്ടി. കിട്ടിയോ?
എത്ര കിട്ടി? പി ഓഫ് 2 6 കിട്ടി. ഓക്കെ. അപ്പൊ ഇതെല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടല്ലോ. Yes, ma'am.